11ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറാത്തിന്റെ ഫ്യൂണറലാണ് കാണിക്കുന്നത്. ചടങ്ങിൽ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു. എല്ലാവരും അവർക്ക് അനുശോചനം അറിയിക്കുമ്പോൾ മർജാന്റെ സങ്കടം കണ്ട് ഡെമറ്റും നെസറും അവളുടെ അടുത്തേക്ക് വരുന്നു. നെസറിനെ മർജാന്റെ പരിസരത്ത് കാണുമ്പോൾ ആദിഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ സിറ്റുവേഷൻ ശരിയല്ലാത്തതുകൊണ്ട് അവനൊന്നും മിണ്ടുന്നില്ല. അവരോട് സംസാരിച്ചു കഴിഞ്ഞ് പോവാൻ തുടങ്ങിയ മർജാൻ കാല് വെഴുതി വീഴാൻ തുടങ്ങുമ്പോൾ പിടിക്കാനായി നെസറും തുടങ്ങി. പക്ഷെ ആദിഷ് അവന്റെ കൈ തട്ടിമാറ്റി അവളെ അവൻ വീഴാതെ ചേർത്ത് പിടിച്ചു. നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. നീ എന്തിനാ എപ്പോഴും എന്റെ പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നേ? പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി വീട്ടിൽ പോകാൻ നോക്ക്. നിന്നെ ഞാൻ എടുത്തോളാം. ഇത്രയും പറഞ്ഞ് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നെസർ അവിടെ നിന്ന് പോയി. ഈ ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് വഴക്കുണ്ടാക്കാതിരുന്നൂടെ? ഈ സമയം മുസയാനം സമയവും സന്ദർഭവും ഒന്നും നോക്കാതെ നെർമിനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദിഷ് അവരെ തടയുന്നു. നീ എന്തിനാ അവനെ കൊന്നിട്ടിപ്പോ ഈ ഫ്യൂണറിൽ പങ്കെടുക്കാൻ വന്നത്? ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ പോവാൻ തുടങ്ങിയപ്പോൾ ഹൈദറിന്റെ ഒരു പഴയ ഫ്രണ്ട് അവനോട് സംസാരിക്കാനായി വരുന്നു. അയാൾ ഇത് ചെയ്തവനെ പൂട്ടാൻ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഹൈദർ അതിന്റെ ആവശ്യമില്ല, താൻ തന്നെ അത് നോക്കിക്കോളാം എന്ന് പറയുന്നു. ഇതെല്ലാം അകലെ നിന്ന് ആദിഷും ജമാലും ശ്രദ്ധിക്കുന്നുണ്ട്, കൂടാതെ നെസറും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് സംസാരിക്കണം. എന്തുപറ്റി? ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. ആ കുഞ്ഞ് അവന്റെ യഥാർത്ഥ പേരൻസ് ആരാണെന്ന് പോലും അറിയുന്നതിന് മുന്നേ മരിച്ചു. അമ്മ എന്താ പറഞ്ഞത്? ചീച്ചക്കന്റെ ചോദ്യം കേട്ട് ബിന്നാസ് ഒന്ന് പരിങ്ങി. അമ്മ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? ഞാനെന്ത് ഒളിപ്പിക്കാൻ? അവൻ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയില്ലേ? അതോർത്ത് പറഞ്ഞതാ. നാട്ടിൽ മുഴുവൻ മുറാത്തിന്റെ മരണത്തെപ്പറ്റി പലരും പലതാണ് പറയുന്നത്. അടുത്ത സീനിൽ ആദേശ് ആ കുട്ടിയുടെ അച്ഛനെ ജയിലിൽ കാണാൻ പോകുന്നു. നീ എന്തിനാണ് അവനെ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചത്? എനിക്ക് ഉറപ്പില്ലായിരുന്നു അങ്കിൾ, എനിക്ക് പ്രൂഫ് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. അതിനിടയ്ക്ക് അങ്കിൾ എന്ത് പണിയെ കാണിച്ച്? ഞാൻ എല്ലാം ശരിയാക്കില്ലായിരുന്നോ? എനിക്കിതിൽ കുറ്റബോധമൊന്നും ഇല്ല ആദേശ്. ഇപ്പോഴും ഞാൻ തന്നെയാണ് അവനെ കൊല്ലേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എനിക്കും എൻ്റെ കുട്ടിക്കും സമാധാനമായിരിക്കാം. പേടിക്കണ്ട, അങ്കിളിനെ ഉടനെ ഞാനിവിടെ നിറക്കും. അത് വേണ്ട ആദേശ്, ഇതിനുള്ള പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്. മുറാത്തിന്റെ മരണം ഇതുവരെ ഉൾക്കൊള്ളാൻ നർമിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ലീക്ക് ചെയ്ത മുസയാനത്തിനെ അവരൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എൻ്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? അമ്മയ്ക്ക് ഇപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നീ ഒന്നും വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. ഇനി എൻ്റെ ഫാമിലി ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ ആകെ തളർന്നിരിക്കാണ് മർജാൻ, ആദ്യം നീ ഒന്ന് റെസ്റ്റ് ചെയ്യ്. ഇതിനിടയ്ക്കാണ് നെസർ അവന്റെ കാറുമായി അവിടേക്ക് വന്നത്. തൊട്ടുപിറകെ ആദേശമുണ്ട്. മർജാന്റെ അടുത്തേക്ക് നെസറിനെ കണ്ട അപ്പൊ തന്നെ ആദേശിന് ബ്ലഡ് തിളയ്ക്കുമല്ലോ. നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? ഇവിടെ വരെ ഞാൻ എന്തിനാ നിന്റെ അനുവാദം ചോദിക്കുന്നേ? ഹൈദറിനെ എനിക്ക് കുറെ കാലമായി അറിയാം. ഞങ്ങൾ കുറെ കാലമായി സുഹൃത്തുക്കളാണ്. ഇത് കേട്ട ആദേശ് പെട്ടെന്ന് നെസറിന്റെ കോളറിനെ കുത്തിപ്പിടിച്ചു. മാറി നിൽക്ക്, നിങ്ങൾ എന്താ എപ്പോഴും ഈ കൊച്ചു പിള്ളേരെ പോലെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നേ? മർജാൻ ഇവിടെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടൂടെ? പിന്നെ നീ എന്ന് പറഞ്ഞ ഡെമറ്റ് ആദേശിന് നേരെ വിരള ചൂണ്ടുമ്പോൾ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ മർജാൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം കമ്പനിയിൽ യസാറിനെ ഏതു നേരവും കിടന്ന് വിളിച്ച് ആ ഫയൽസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നെസർ. സാഹിദനെ കണ്ടതും യസാർ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പക്ഷെ യസാറിന്റെ ഈ ചുറ്റിക്കളി സാഹിദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ബുറാക്കിനോട് അവന്റെ മേലെ ഒരു കണ്ണ് വെച്ചോളാൻ പറഞ്ഞു. ഈ സമയം സീക്രട്ട് റൂമിലേക്ക് പോവുകയായിരുന്ന ആദിഷിനെ മർജാൻ പിടിച്ചു നിർത്തി. എന്തിനാ നീ അവരെവിടെ നിന്ന് ഇറക്കി വിട്ടത്? ഇതൊരു മരണം നടന്ന വീടാ, ഇവിടെ അങ്ങനെ പലരും വന്നുന്നിരിക്കും. അവരെ അങ്ങനെ അങ്ങ് ഇറക്കി വിടാൻ നിനക്ക് ആരാ അധികാരം തന്നത്? അവന്റെ മരണത്തിന് ഉത്തരവാദിയും നീ തന്നെയാ. ആ ക്രെഡിറ്റ് നീ എന്റെ മണ്ടേ കൊണ്ട് വെക്കണ്ട. അവനവന്റെ മരണത്തെ തന്നെ വിളിച്ചു വരുത്തിയതാ. അവൻ സറണ്ടർ ചെയ്യാൻ പോവായിരുന്നു. അവൻ ചെയ്തതിനുള്ള ഫലം അവന് തിരിച്ചു കിട്ടിയെന്ന് കൂട്ടിയാ മതി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നീ എന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം എന്റെ സർനെയിമിനെ നീ ബഹുമാനിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിഷ്ടമല്ല നിന്റെ എക്സ് ഫിയാൻസെ നിന്റെ പുറകെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്. ഡിവോഴ്സ് ആയതിനു ശേഷം നീ എന്ത് വേണേലും കാണിച്ചോ, അതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷെ അതുവരെ. ഇത്രയും പറഞ്ഞ് അവൻ സീക്രട്ട് റൂമിലേക്ക് പോയി. കേസ് ബോർഡിൽ മുറാത്തിന്റെ ഫോട്ടോയിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്യുന്നു. അടുത്ത ടാർഗറ്റായി ഹൈദറിനെ ഒരു നിമിഷം നോക്കി മുറി പൂട്ടി അവൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെല്ലാം നോക്കി അപ്പുറത്തെ പമ്മി നിൽക്കുകയായിരുന്നു മർജാൻ. ഇവൻ എന്തിനാ എപ്പോഴും ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നേ? എനിക്ക് ഉറപ്പാ ഇവൻ ഇവിടെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഈ സമയം മുറാത്തിന്റെ മരണം മുസയാനം ഹൽവ കഴിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞ് നെർമിൻ അവരുമായി വഴക്കുണ്ടാക്കുന്നു. ഇതും കൂടെ ആകുമ്പോൾ നെർമിൻ ഉറപ്പിക്കുകയാണ് നെർമിൻ ഇപ്പൊ കടന്നു പോകുന്ന ഇതേ വേദന മുസയാനത്തിനെ അറിയിക്കുമെന്ന്. അമ്മ മുറാത്ത് ചേട്ടനെ പറ്റി ഓർത്ത് വിഷമിക്കുകയാണോ? പാവം കുട്ടി, അവൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇത്രയും മോശപ്പെട്ട ഒരാളായി മാറില്ലായിരുന്നു. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതാ. ബിന്നാസിന് എന്തൊക്കെയോ കാര്യങ്ങൾ മുറാത്തിന്റെ ബർത്തിനെ കുറിച്ച് അറിയാം.
പലപ്പോഴായി എന്തൊക്കെയോ രഹസ്യങ്ങൾ മുറാത്തിനെ ചുറ്റിപ്പറ്റി അവരുടെ വായിന്ന് ചാടുന്നുണ്ട്. അസ്ലി ഈ സമയം മുറാത്തിന്റെ സാധനങ്ങളെല്ലാം അവന്റെ മുറിയിൽ നിന്ന് മാറ്റുകയാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ നോക്കിയപ്പോൾ ഈ മുറി കൊള്ളാം, അതുകൊണ്ട് ഞാൻ ഇതിങ്ങി എടുക്കുക. ഇത് കേട്ട് ദേഷ്യം വന്ന് മെർജാൻ അവിടുന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരുന്ന സെഹറിനെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അസ്ലി അതിന് വിലക്ക് പറയുമ്പോൾ മെർജാന്റെ നിയന്ത്രണം വിടുകയാണ്. നിന്റെ പ്രശ്നം എന്നാ? ഇപ്പൊ ഈ മുറിയും ഈ വീടും ഒക്കെ ഞങ്ങളുടെയാ. എനിക്കിഷ്ടമുള്ളത് ഞാനിവിടെ ചെയ്യും. ഇത് കേട്ട് ദേഷ്യം വന്ന് മെർജാൻ അസ്ലി അവിടുന്ന് പിടിച്ചിറക്കി വിടാൻ നോക്കുമ്പോൾ ശബ്ദം കേട്ട് പെട്ടെന്ന് ആദേശ് താഴെ ഓടി വന്നു. എന്താ ഇവിടെ? നിങ്ങളുടെ ശബ്ദം അങ്ങ് താഴെ കേൾക്കാലോ. നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇത്? നിന്റെ സിസ്റ്റർക്ക് എൻ്റെ ബ്രദറിന്റെ റൂം തന്നെ വേണോന്ന്. ആരുടെ സിസ്റ്റർ? നീ എന്താ ഉദ്ദേശിച്ചേ? മുറാത്തിന്റെ മെമ്മറീസ് എങ്കിലും നിങ്ങൾ ഇവിടെ വെക്കാൻ അനുവദിക്കണം പ്ലീസ്. ഇത്രയും പറഞ്ഞ് മെർജാൻ അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ എന്താ? ഒന്നാമത് അമ്മ തന്നെ എല്ലാം കുളവാക്കിയിരിക്കുക. അതിൻ്റെ കൂടെ നീയും കൂടെ ഇങ്ങനെ തുടങ്ങരുത്. ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുമടുത്ത് മെർജാൻ അവിടുന്ന് പോവാനായി തൻ്റെ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഇവൾ ഈ രാത്രിയിൽ ഇതെങ്ങോട്ടാ? ഈ സമയം ബറാത്തും മാലിക്കും സംസാരിക്കുകയാണ്. ഇങ്ങനെ നടന്നാൽ മതിയോ? നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? വേണം, പക്ഷെ എനിക്കിഷ്ടമുള്ള കുട്ടിയെ മാത്രം ഞാൻ കല്യാണം കഴിക്കും. എടാ കള്ള, നീ സെറ്റാണോ? മാലിക്കിൻ്റെ ഈ വർത്താനം കേട്ട് ചീച്ചക്കന് ഒരുപാട് സന്തോഷമാകുന്നു. അവൾ അവരോട് സംസാരിക്കാനായിട്ട് വരുമ്പോൾ ബറാത്ത് അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അങ്ങനെ നീയും സെറ്റായി. ഇങ്ങനെ പോയാൽ എനിക്ക് പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മാത്രമല്ല, ചീച്ചക്കന്. അതെന്താ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറാൻ നേരം കിട്ടണ്ടേ? അവധി ദിവസങ്ങൾ പോലും ഞങ്ങൾ അവിടെ തന്നെ. ഈ സമയം മെർജാൻ വീട്ടിൽ നിന്നും മാറി അതേ ബീച്ച് സൈഡിൽ പോയി പൊട്ടിക്കരയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ആദേശം അവിടേക്ക് വരുന്നത്. അവളുടെ ഈ വിഷമം മറ്റാരെ കഴിഞ്ഞും അവന് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് അവന്റെ കണ്ണുകളും നിറയാണ്. കുറച്ചു സമയത്തിനകം മെർജാൻ വീട്ടിലേക്ക് വന്നു. എല്ലാവരും ഉറക്കമായി എന്ന് കരുതി അകത്തേക്ക് വന്നപ്പോൾ ദേ ഇരിക്കുന്നു ആദേശ്. നീ എന്താ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നേ? ഉറക്കമൊന്നുമില്ല നിനക്ക്? ഓ പ്ലീസ്, എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് മാത്രം പറയരുത്. അങ്ങനെയൊന്നുമില്ല, വെറുതെ വഴക്കിടാൻ തുടങ്ങണ്ട. നീ ടയേർഡാന്ന് തോന്നുന്നു. ചെല്ല്, മുറി ചെന്ന് റെസ്റ്റ് എടുക്ക്. എനിക്ക് ആ റൂമിലേക്ക് കയറുന്നതേ ഇപ്പോൾ ഇഷ്ടമല്ല. നിന്റെ കൂടെ അവിടെ കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ആദേശ് അവിടെ നിന്ന് പോവാണ്. കുറച്ചു കഴിഞ്ഞ് ആദേശ് റൂമിലേക്ക് വരുമ്പോൾ മെർജാൻ അവിടെ ഇല്ല എന്ന് കണ്ട് അവൻ ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ അവൾ ലിവിങ് ഏരിയയിൽ തണുത്തു വിറച്ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടിരിക്കപ്പുറത്ത് ഇല്ലാതെ അവൻ അവൾക്ക് കൊടുക്കാനായി ഒരു പുതപ്പും കണ്ടിറങ്ങി. ആദേശ് സാർ, ഒരു മിനിറ്റ്, ഞാൻ മെർജാനെ നോക്കാൻ വന്നതാണ്. അപ്പോൾ ആ കുട്ടി ലിവിങ് ഏരിയയിൽ തനിച്ച് കിടക്കുന്നു. അവൾ ഒരുപാട് ടയേർഡാണ്. മുറാദ് അവളുടെ സ്വന്തം ചേട്ടനല്ലായിരുന്നിട്ട് കൂടി അവളോട് അവന് വലിയ കാര്യമായിരുന്നു. അവൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടിയായിട്ട് തന്നെയാണ് അവളെ അവൻ ഇതുവരെ നോക്കിയത്. ഇത് കേട്ടവൻ അവൻ്റെ കയ്യിലിരുന്ന് പുതപ്പ് ബിനാസിന് നേരെ നീട്ടി. ഇതവൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ബിനാസിനോടൊരു ഗുഡ് നൈറ്റും കൂടെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ഓഹോ, അപ്പം പുറമേ ഉള്ള ഷോ മാത്രമേ ഉള്ളൂ, ശരിക്കും അവളോടുള്ള സ്നേഹമൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ മെർജാൻ ഉണരുന്നത് നോക്കി ബാൽക്കണിയിലൂടെ നോക്കി നിൽക്കുകയാണ് ആദേശ്. അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ ദേഹത്തെ പുതപ്പ് കണ്ട് ഇതിപ്പോ എവിടെ നിന്ന് വന്നു എന്നാലോചിച്ച് നിന്നപ്പോഴാണ് ബാൽക്കണിയിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആദേശിനെ അവൾ ശ്രദ്ധിച്ചത്. എല്ലാം റെഡിയായോ മേ? എല്ലാം റെഡിയാണ്. എന്തൊരു സ്ത്രീയാണോ അവർ? എനിക്ക് തോന്നുന്നു മുറാദിന്റെ മരണം അവർ ആഘോഷിക്കുകയാണെന്ന്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ മരണ വീട്ടിൽ പിറ്റേ ദിവസം തന്നെ ഇത്രയും ലാവിഷായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറയുമോ? നീ തണുക്കുന്നതിന് മുന്നേ കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ അത് മതി. ഈ സമയം മെർജാൻ റൂമിലേക്ക് കയറി വന്നപാടെ ആദിഷ് ഒന്ന് ചൊറിയാൻ നോക്കുന്നു. എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം, നീ ഒന്ന് പുറത്തു പോ. പിന്നെ കൂടുതലൊന്നും പറയാതെ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചതിന് ശേഷം അവൻ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ ഇട്ടിരുന്ന കോട്ട് ആ സെറ്റിയിൽ കിടക്കുന്ന അവൾ ശ്രദ്ധിച്ചത്. അതെടുത്ത് നോക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സീക്രട്ട് റൂമിന്റെ കീ അതിൽ തന്നെ ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഡൈനിങ് ടേബിളിന് മുന്നിൽ നിൽക്കുന്ന മുസൈനത്തിനെ കണ്ട് ദേഷ്യപ്പെട്ട് ഹൈദർ അവർക്കുള്ള ഭക്ഷണം ഗാർഡനിൽ ഒരുക്കാൻ പറയുന്നു. ചീച്ചക്, നീ മാലിക്കിനോട് സംസാരിച്ചായിരുന്നു? ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ചീച്ചക് പറഞ്ഞു, നിന്റെ ഈ കോപ്രായം കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്? എടി പതുക്കെ പറ, എല്ലാരും കേൾക്കട്ടെ. നിനക്ക് കല്യാണം കഴിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിന്റെ മുസൈനത്തിനോട് പോയി പറ ഒരു ചെക്കനെ നോക്കാൻ. എനിക്കിതല്ല പണി. ഇത്രയും പറഞ്ഞ് ചവിട്ടിത്തുള്ളി ചീച്ചക്ക് അവിടെ നിന്ന് പോയി. ഞാനതിന് മാത്രം എന്താ പറഞ്ഞേ? ഇവക്കിതെന്താ ബാധ കൂടിയോ? അടുത്ത സീനിൽ ഹൈദർ തന്റെ ആ പഴയ കൂട്ടുകാരനെ കാണാൻ വന്നിരിക്കുകയാണ്.
ബൈ ദ വേ, ഇയാളുടെ പേരാണ് സാഹിൻ. നീ എന്താ അന്നൊരു ബിസിനസിന്റെ കാര്യം പറഞ്ഞത്? ഓ അതോ, അത് നല്ല പണം ഉണ്ടാക്കാനുള്ള വഴിയാണ്, പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട്. റിസ്ക് ഇല്ലാതെ എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും ഹൈദർ? നിനക്കറിയാലോ, വീട്ടിലെ കാര്യം ആകെ താളം തെറ്റിയിരിക്കുകയാണ്. നീ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. നീ ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരുപാട് ലേറ്റ് ആവരുത്. ലേറ്റായാൽ എനിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഹൈദർ പോയ പുറകെയാണ് സാഹിൻ്റെ അടുത്തേക്കുള്ള ജമാലിൻ്റെ എൻട്രി. നിങ്ങളെ ആദേശം അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞവൻ അയാൾക്ക് നേരെ കുറെ പണം അടങ്ങുന്ന ഒരു ബാഗ് നീട്ടി. കാര്യം കഴിഞ്ഞിട്ട് ബാക്കി. പൈസ കിട്ടിയാൽ എനിക്ക് കുടുംബമെന്നോ പഴയ സുഹൃത്തെന്നോ ഒന്നുമില്ല. നിങ്ങളെ പേടിക്കണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഹൈദറിന് വേണ്ടി ആദേശം ജമാലും ഒരുക്കിയൊരു ട്രാപ്പാണിത്. ഇതേ സമയം മർജാൻ ആ സീക്രട്ട് റൂമിന്റെ കീ അടിച്ചു മാറ്റി അതിനകത്ത് കയറി നോക്കി. പക്ഷെ അവൾ പ്രതീക്ഷിച്ച പോലെ അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങിയപ്പോൾ നിലത്ത് കിടന്ന് അവൾക്കൊരു ഫോട്ടോ കിട്ടി. ആദീഷിന്റെ ചെറുപ്പകാലം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോ. അവർ ആ ഫോട്ടോ എഴുതിയിരിക്കുന്നത് ഒരു ഓർഫണേജിന്റെ ഫ്രണ്ടിൽ നിന്നാണ്. അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആദേശ് അവളുടെ അടുത്ത് വരുന്നത്. എന്താ ഇവിടെ? നിന്റെ CID പണി ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താ പേടിച്ചു പോയോ? തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കൈയോടെ പൊക്കി ആദേശിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മിർജാനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് RJ അന്നക്കുട്ടി.